ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു അനുഗ്രഹീതമായ ദിവസം കൂടി സമാഗതമായിരിക്കുകയാണ്. ഈ സുന്ദര സുദിനത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ നോമ്പിനെ പറ്റി അതിൽ ഓരോരോ ആശയങ്ങൾ നാം വിചിന്തനം ചെയ്യുകയായിരുന്നു. ഇന്ന് പരിശുദ്ധ നോമ്പ് ജയത്തിൻ്റെ അടയാളമാകുന്നു എന്ന ഒരാശയം നിങ്ങളുമായി സംവേദനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ നോമ്പ് ജയത്തിൻ്റെ അടയാളമാണ്. പരാജയപ്പെടാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പരാജിതൻ്റെ ആയുധമല്ല പരിശുദ്ധ നോമ്പ്. യേശു നോമ്പ് ആചരിച്ചു പരിശുദ്ധ കുരിശിലേറിയപ്പോൾ നോമ്പ് കുരിശ് ശാപത്തിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ യേശു കുരിശിലൂടെ, തൻ്റെ സഹനത്തിലൂടെ കുരിശിനെ പരിശുദ്ധ കുരിശാക്കി മാറ്റി. നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധമാക്കി തീർക്കുവാൻ, ജയമുള്ളതാക്കി തീർക്കുവാൻ നോമ്പ് അനിവാര്യമാണ്. സൂചിപ്പിച്ചു, പരാജിതൻ്റെ ആയുധമല്ല പരിശുദ്ധ കുരിശ്, അല്ലെ സഹനം. ഇത് വഴി യേശു കാണിച്ചു തരികയാണ്. രക്ഷയുടെ മാർഗമാണ് കുരിശ്. വിജയത്തിലേക്കുള്ള വഴിയാണ് കുരിശ്, അല്ലെങ്കിൽ സഹനം, അല്ലെങ്കിൽ നോമ്പ്. അപ്പം നോമ്പ് നമ്മെ വിജയത്തിലാണ് എത്തിക്കുന്നത്. പരിശുദ്ധ നോമ്പാലെ വിജയം നേടിയ വ്യക്തികളുടെ സമൂഹത്തിൻ്റെ ചരിത്രമാണ് വേദപുസ്തകത്തിലെ ഇതിവൃത്തം. പലപ്പോഴും യേശുനാഥൻ പരിശുദ്ധ നോമ്പ് ആചരിച്ചു. 40 ദിനരാത്രങ്ങൾ അവിടുന്ന് നോമ്പ് അനുഷ്ഠിച്ചു, ഉപവസിച്ചു. അവിടുന്ന് വിജയിയായി മാറി. സർവശക്തനായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനായി മാറി. നോമ്പനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ഹിതമാണ് പൂർത്തിയാക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയം നോമ്പിൻ്റെ വഴിയിലൂടെ, സഹനത്തിൻ്റെ വഴിയിലൂടെ തൻ്റെ തിരുക്കുമാരനെ കുരിശിലേക്ക് വളർത്തി, കുരിശിലേക്ക് എത്തിച്ചുവെങ്കിൽ വലിയ സഹനം അത് രക്ഷാകരമാണ്. സഹനം ജയമാണ്. നോമ്പ് ആചരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ നാം വിശുദ്ധീകരിക്കുകയാണ്. അത് പരാജയമല്ലല്ലോ, ജയമല്ലേ. നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധീകരിക്കുകയാണ്. അത് പരാജയമല്ലല്ലോ, അതും ജയമല്ലേ. നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വാതന്ത്ര്യപ്പെടുത്തുന്നു, നിയന്ത്രിക്കുന്നു പരിശുദ്ധ നോമ്പിലൂടെ. അത് വിജയമല്ലേ. പരിശുദ്ധ നോമ്പ് ജയമാണ് നമുക്ക് നൽകുന്നത്. പരാജയപ്പെടുന്നവൻ്റെ ആയുധമല്ല പരിശുദ്ധ നോമ്പ്. അവിടുന്ന് നോമ്പ് നോറ്റു. നമുക്ക് നോമ്പ് നോറ്റ് വിജയികളാകാം. അത് ജയത്തിൻ്റെ അടയാളമാണ്. ശത്രുവിനെതിരെയുള്ള ആയുധമാണ് പരിശുദ്ധ നോമ്പ്. യേശുനാഥൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ശത്രു പിശാച് കടന്നു വന്ന് 3 കാര്യങ്ങളിലൂടെ അവനെ പരീക്ഷിക്കുകയാണ്. ലോകം, ജഡം ഇത്യാദികളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കല്ലപ്പമാകുവാൻ പറയുന്നു. ഈ മലയുടെ മുകളിൽ താഴേക്ക് ചാടുക എന്ന് പറയുന്നു. എന്നെ മുട്ടുകുത്തി ആരാധിക്കുക എന്നൊക്കെ പറയുമ്പോൾ യേശു തൻ്റെ നോമ്പിൽ ആർജിച്ച ശക്തി വഴിയായി സാത്താനെ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനമായി യേശു പറയുന്നു, സാത്താനെ ദൂരെ പോവുക. അത് പ്രസക്തമാണ്. സാത്താനെ ദൂരെ അകറ്റി നിർത്തണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ പരിശുദ്ധ നോമ്പ് വേണം. ഇന്ന് പലർക്കും നോമ്പ് എന്തോ ഒരു പരിഹാസ യാഥാർത്ഥ്യം പോലെയാണ്. ഒരുവൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അവൻ്റെ ജീവിതത്തിന് വിലയും നിലയും ആക്കവും തൂക്കവും ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ നോമ്പ് അനിവാര്യമാണ്. ഏത് സഭാ സമൂഹങ്ങളിലാണ്, ഏത് ജനങ്ങളിലാണ് നോമ്പില്ലാത്തത്? എല്ലാവരും നോമ്പെന്ന യാഥാർത്ഥ്യത്തിലൂടെയാണ് വിശുദ്ധീകരിക്കപ്പെട്ടത്. പരിശുദ്ധ നോമ്പിലൂടെ ലോകം, ജഡം, പിശാച് ഇത്യാദികളെ അതിജീവിച്ച് ദൈവമക്കളായി വിജയിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നോമ്പ് നാം ഏറ്റെടുക്കും.
പരിശുദ്ധ കുരിശ് നോമ്പിൻ്റെ അടയാളമാണല്ലോ. നാമും കുരിശിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകണം. അതാണ് ജയത്തിൻ്റെ അടയാളമെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നെങ്കിൽ ആ വഴിയല്ലാതെ മറ്റേത് വഴിയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്? ഈ വഴി മാറിപ്പോകുമ്പോഴാണ് ലോകം തകരുന്നത്, നാം ഓരോരുത്തരും അസ്വസ്ഥരായി മാറും. അങ്ങനെ ആകരുത്. നമുക്ക് നോമ്പിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.